എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അഫർമേഷനൊക്കെ എങ്ങനെ ആണ് അത് പ്രാവർത്തികമാക്കാൻ പറ്റുക. അതായത് എങ്ങനെയാണത് പെട്ടെന്ന് നടക്കാനായിട്ട് നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നിപ്പം ഞാൻ പറയാനായിട്ട് വിചാരിക്കുന്നത്. നമ്മൾ അഫർമേഷൻ എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് കൊണ്ടോ ഒന്നും അത് ചിലപ്പോൾ നടന്നോളണമെന്നില്ല. അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും, ഞാനടക്കമുള്ള ഒരുവിധ എല്ലാ ആളുകളും മറ്റുള്ളവരുടെ കുറ്റം പറയും. മറ്റുള്ളവരുടെ വിജയങ്ങൾ കാണുമ്പോൾ നമുക്ക് കുശുമ്പ് തോന്നുകയും അസൂയയും ഇതെല്ലാം ഉള്ള മനുഷ്യരാണ്. സ്വാഭാവികമായിട്ടും അതങ്ങനെ തന്നെയാണ്. നമുക്ക് ആ കാര്യങ്ങളിലൊക്കെ ഒരു ചേഞ്ച് മനസ്സിന് വരുത്തിയാൽ മാത്രമേ ഈ അഫർമേഷൻ എഴുതിയത് കൊണ്ടൊക്കെ കാര്യമുള്ളൂ. അപ്പോൾ അതിന് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇത് ഞാൻ മൊത്തത്തിലായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാം. അത് കഴിഞ്ഞിട്ട് ഓരോ പോയിൻ്റായിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരുമിച്ച് എല്ലാം കൂടെ പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവും. പിന്നെ ഞാൻ വോയിസ് ആയിട്ടിടുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യാത്ര സമയത്തൊക്കെ ആണെങ്കിലും ഒരു ഇയർഫോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കേൾക്കാൻ പറ്റും. വീഡിയോ ആകുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളിലായിരിക്കും നമ്മുടെ ശ്രദ്ധ കൂടുതലും പോവുക. അപ്പോൾ ഇത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്താണ് പറയണതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇത് വോയിസ് ക്ലിപ്പായിട്ട് ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കണം. നമ്മൾ ഇത്തിരി പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ നമുക്കിതൊക്കെ മാനിഫെസ്റ്റ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ അഫർമേഷൻ എഴുതി കഴിഞ്ഞാൽ അത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഓരോന്ന് ഞാൻ ചെയ്ത് അതിങ്ങനെ ഓരോന്നായിട്ട് മാറ്റം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അതൊരു ഗുണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്. അതുപോലെ ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഈ ലൈഫിൽ എന്ത് നല്ലത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാത്തിനും ഒരു എത്തിക്സ് വേണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരാളുടെ ലൈഫിലൊരു മാറ്റം വന്നാൽ അത് മതി. അതിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത് ആദ്യം ഒഴിവാക്കണം. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയുന്നു. നമ്മൾ ആരെക്കുറിച്ചാണോ കുറ്റം പറയുന്നത് അയാളിത് അറിയുന്നേ ഉണ്ടാവില്ല, ഇങ്ങനെ നമ്മൾ പറയണ കാര്യം. അപ്പോൾ അതുകൊണ്ട് അവർക്കത് ഒരിക്കലും അവരെ അത് എഫക്റ്റ് ചെയ്യുകയില്ല. ആ സമയം നമ്മൾ ആരാണോ കുറ്റം പറയണത് അവരുടെ മനസ്സിൽ അതിങ്ങനെ പതിഞ്ഞുകൊണ്ടേയിരിക്കും. അത് നെഗറ്റീവായിട്ട് നമ്മളുടെ ലൈഫിൽ നമ്മളിങ്ങനെ എഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മൾ മോശം കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എങ്കിൽ അത് നമുക്ക് മാത്രമാണ് അതിൻ്റെ പ്രശ്നം. അല്ലാണ്ട് നമ്മൾ ആരെക്കുറിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ആരെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് അവിടെ അതിനൊരു പ്രസക്തിയേ അവിടെ ഇല്ല. നമ്മൾ സാധാരണ ഞാനും ഇപ്പോൾ അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച്
നന്നാവാം. ഞാൻ പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ മുതൽ എൻ്റെ മനസ്സിലെപ്പോഴും ഉള്ള കാര്യമാണ് ഇതൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളുടെ കുറ്റം പറയുമ്പോൾ അത് നമ്മളെ തന്നെയാണ് എഫക്റ്റ് ചെയ്യണത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. മാക്സിമം അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറ്റം പറയാൻ ശ്രമിക്കാറില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ നമ്മൾ അത് ഒട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ നമ്മൾ പറഞ്ഞു പോകും. അപ്പോഴും ആ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ബോധ്യമുണ്ട്, ഞാനീ പറയണത് ശരിയല്ല എന്നുള്ള ഒരു ബോധ്യം അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് നമുക്ക് ഒഴിവാക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ആ ബോധം വന്നു കഴിഞ്ഞാൽ തന്നെ അത് മെല്ലെ മെല്ലെ ഒഴിവായിക്കോളും. അപ്പോൾ പെട്ടെന്ന് നമ്മളത് മാറ്റി വേറെ ഇതിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ കുറച്ച് നാൾ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും ക്ലിയർ ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് വയ്ക്കുക. മറ്റുള്ളവരോട് അസൂയയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതൽ അങ്ങോട്ട് ഇടപെടാൻ പോവാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക. പിന്നെ ചില ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപഴകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ആയിട്ട് നമുക്ക് ഒരിക്കലും ചിലപ്പോൾ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ മാക്സിമം അവരുമായിട്ട് ഇടപഴകാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് നടന്നു എന്ന് വരില്ല. പക്ഷേ എന്നാലും നമുക്ക് കൂടുതൽ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റും. അപ്പം നമ്മൾ മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനം ആദ്യം എടുക്കുക. എങ്കിലാണ് നമുക്ക് നാളെ നമുക്കൊരു നല്ലത് വരുള്ളൂ. നമ്മളെല്ലാവരും നമുക്ക് ഇന്നത്തെ ഇതിൽ നിന്ന് മാറണമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും. ഒരു നല്ലൊരു ലൈഫ് വേണം എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ മക്കളെങ്കിലും രക്ഷപ്പെടണം, ഞാൻ അനുഭവിച്ചത് എൻ്റെ മക്കൾക്ക് വരാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയുള്ളവരായിരിക്കും കൂടുതൽ ആളുകളും. അപ്പം നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ഞാൻ പറയണത് ഇതാണ്, എങ്ങനെയാണ് ഈ അഫർമേഷനും മാനിഫെസ്റ്റേഷനൊക്കെ നടക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട എന്താണ്, എങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണം. അതുപോലെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അതായത് ഇപ്പോൾ മോശം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എപ്പോഴും നിൽക്കുന്ന ഒരു സ്റ്റാൻഡ്, നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമുക്കവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ വിഷമമൊക്കെ ആയിരിക്കും, അതിലൊന്നും സംശയമില്ല. നമ്മൾ ചെയ്യാത്ത കാര്യം പറയുമ്പോൾ, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഞാൻ അത് ചെയ്തിട്ടില്ല, പിന്നെന്തിന് ഞാൻ അതിൽ ടെൻഷൻ അടിക്കണം, അതല്ലെങ്കിൽ ഞാൻ എന്തിനതിൽ വിഷമിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടും. നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കവിടെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നമുക്കെപ്പോഴും ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഞാനെപ്പോഴും ഇപ്പോൾ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം. എനിക്ക് എൻ്റെ മനസ്സാക്ഷിനെ ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഞാനൊരു ഈശ്വരവിശ്വാസി ആയതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തോടും എൻ്റെ മനസ്സിനോടും മാത്രമേ എനിക്കത് ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് ഞാനെപ്പോഴും ചിന്തിക്കാറ്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ജീവിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ മാക്സിമം ആരോടും ഒരു ഇതിന് പോവാതിരിക്കുക, തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ളവരെ നേരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. പിന്നെ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനും ഒക്കെ സാധിക്കും. അതും അത്ര ഒരു നടക്കണ കാര്യമൊന്നുമല്ല, എന്നാലും നമുക്ക് ശ്രമിക്കാം എന്ന് മാത്രം.
അല്ലാത്ത വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ചിലരൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കണവരും അത് ശരിയാണെങ്കിൽ അത് ഉൾക്കൊള്ളണവരൊക്കെ ഉണ്ടാവും. പക്ഷെ മാക്സിമം ആൾക്കാരും അങ്ങനെയല്ല എൻ്റെ അനുഭവത്തിൽ. അവർ മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച് നടക്കുന്നവരായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് അവരിലൊന്നും ഒരു മാറ്റം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. അപ്പം നമ്മൾ മാറുക എന്നുള്ളതല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ എങ്ങനെയാണോ നമ്മൾ ോട് പെരുമാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലൈഫ് നമ്മൾ ഇപ്പം അങ്ങനെയാണെന്ന് നമ്മളെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തുക. എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആണ്, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമ്മളൊരു ബോധ്യം ഉണ്ടാക്കുക. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് അവരെന്നോട് പെരുമാറുന്നത് എന്ന് നമ്മൾ മനസ്സിൽ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ മാറി വരും എന്നുള്ളതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെയും മാനിഫെസ്റ്റേഷൻ്റെയും ഒക്കെ ഒരു നിയമം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതും ഒരു പരിധി വരെ അഫർമേഷൻ പറയുകയൊക്കെ ചെയ്യുന്നതിൽ അതിൽ നല്ല മാറ്റമുണ്ട്. അത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങൾക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് തോന്നുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.